ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഉള്ള സമ്മർദ്ദം ശക്തമാക്കാൻ CPI രംഗത്തെത്തിയിട്ടുണ്ട്. ADGP അജിത് കുമാറിന് സർക്കാരിന്റെ സംരക്ഷണം എന്തിന് എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയ നേതൃത്വം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം മുന്നണിയെ അറിയിക്കാൻ തന്നെയാണ് CPIയുടെ തീരുമാനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് വിജ്ഞാനമാണ് RSS നേതാക്കളുമായി ADGP അജിത് കുമാർ പങ്കുവച്ചത് എന്ന ചോദ്യമായിരുന്നു ബിനോയ് വിശ്വം ഉയർത്തിയത്. CPIയുടെ ദേശീയ നേതൃത്വത്തിനും വിഷയത്തിൽ കടുത്ത അതൃപ്തിയാണുള്ളത്. സംസ്ഥാന നേതൃത്വത്തോട് അടക്കം ഇതിൽ വ്യക്തത വരുത്തുവാനാണ് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പൂരം അട്ടിമറിയിൽ അന്വേഷണം ആവശ്യപ്പെടാനും CPI ആലോചിക്കുന്നുണ്ട്. അതേസമയം വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്നോ നാളെയോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താനാണ് സാധ്യത. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് തുടക്കത്തിൽ ചേരുന്നത്. അരുൺ, ഇപ്പോഴും മൗനം തുടരുകയാണ് മുഖ്യമന്ത്രി. ഒരു പരിധിവരെയെങ്കിലും പാർട്ടിയും കൈവിട്ട മട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം MV ഗോവിന്ദന്റെ ശരീരഭാഷയിൽ അത് വ്യക്തമായിരുന്നു. എന്തിനാണ് ഇതിന് CPIഎമ്മിനെ വലിച്ചിഴയ്ക്കുന്നത്? ഞങ്ങൾ തൃപ്തരാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ പാർട്ടിക്കുമുണ്ട് അതൃപ്തി എന്നത് വ്യക്തമാണ്. ഇനി പറയേണ്ടതും വ്യക്തമാക്കേണ്ടതും മുഖ്യമന്ത്രിയാണല്ലോ. നിരവധി ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതിന് കൃത്യമായൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, ADGP അജിത് കുമാറിനെതിരെയുള്ള നടപടി ആവശ്യം CPIഎമ്മിൽ മാത്രമല്ല മുന്നണിയിൽ മൊത്തത്തിൽ ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി നടപടിയെടുക്കുന്നില്ല എന്നൊരു പൊതുവികാരം, എന്തുകൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന പൊതുവികാരമാണ് മുന്നണിക്കുള്ളിൽ ഉയർന്നത്. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പ്രത്യക്ഷമെന്ന് പറയാവുന്ന തരത്തിൽ തന്നെ അതിലെ അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. മറ്റു ഘടകകക്ഷികൾ RJD ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ അജിത് കുമാറിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. CPI നേരത്തെ മുഖ്യമന്ത്രിയോടും പാർട്ടി CPI സംസ്ഥാന സെക്രട്ടറിയോടും ഈ ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്. നാളെ ഇടതുമുന്നണി യോഗം ചേരുകയാണ്. അതായത് പുതിയ കൺവീനർ TP രാമകൃഷ്ണൻ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മുന്നണി യോഗം നാളെ AKG സെന്ററിൽ ചേരുകയാണ്. ആ യോഗത്തിൽ CPI തങ്ങളുടെ നിലപാട് ഒന്നുകൂടി മുന്നണി നേതൃത്വത്തെ അറിയിക്കും. ADGP അജിത് കുമാറിനെ മാറ്റണം, ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല നിലപാട് CPI മുന്നണി യോഗത്തെ അറിയിക്കും. മാത്രമല്ല കടുത്ത അതിർത്തി അക്കാര്യത്തിൽ CPIക്കുണ്ട്. അതിന് കാരണം അവർ വളരെ വൈകാരികമായാണ് തൃശൂർ ലോക്സഭാ സീറ്റിന്റെ തോൽവി കാണുന്നത്. അതിന് പ്രധാന കാരണം പൂരം കലക്കിയതാണ്, പൂരം അട്ടിമറിയാണ് എന്ന വിലയിരുത്തൽ CPIക്കുണ്ട്. CPIയുടെ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കൌൺസിലിലുമൊക്കെ സമാനമായ വിഷയത്തിൽ വലിയ പ്രതിഷേധം, അമർഷം നേതാക്കൾ ഉയർത്തിയതാണ്. അതുകൊണ്ട് തന്നെ പൂരം അട്ടിമറിച്ച ഉദ്യോഗസ്ഥനെ എന്തിനെ ഇപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ചോദ്യമാണ് CPI ചോദിക്കുന്നത്. നാളത്തെ മുന്നണി യോഗത്തിൽ അവർ അക്കാര്യം ഉന്നയിക്കും. ചുരുക്കത്തിൽ ADGP അജിത് കുമാറിന്റെ MR അജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒറ്റപ്പെടുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മുഖ്യമന്ത്രിയാണ് ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്ന ധാരണ CPIഎമ്മിലും CPIയിലും മറ്റ് ഘടകകക്ഷികളിലും ഉണ്ട്. ഏതായാലും നാളത്തെ മുന്നണി യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് തന്നെ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിന് DGP മുഖ്യമന്ത്രിയുമായുള്ള പതിവ് തിങ്കളാഴ്ചകളിലെ കൂടിക്കാഴ്ചയാണെങ്കിലും അതിലും ഈ വിഷയം ചർച്ചയായി. നേരത്തെ തന്നെ അജിത് കുമാറിനെ മാറ്റണമെന്ന അഭിപ്രായമുള്ള ആളാണ് ADGP ഷെയ്ഖ് ദർവേസ് സാഹിബ്. പക്ഷേ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ അന്വേഷണം വരെയെങ്കിലും അന്വേഷണപ്പോട്ട് എന്നവരെ തുടരട്ടെ എന്ന നിലപാടെടുത്തെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മൗനം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നു. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയും ഈ വിഷയത്തിൽ മറുപടി പറയാൻ തയ്യാറായില്ല എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നത്. നേരത്തെ P. വെൻവറിന്റെ ആരോപണം വന്നയുടൻ അദ്ദേഹം കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അത് വിഷയത്തിൽ ഗൌരവം ഉൾക്കൊണ്ട് തന്നെയാണ്. അതിനുശേഷം P. വെൻവറുമായി കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി സമയം കണ്ടെത്തി. എന്നാൽ അതിനുശേഷമാണ് സംസ്ഥാനത്തെ മുന്നണി രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾക്കിടയാക്കുന്ന ADGP അജിത് കുമാറിന്റെ RSS കൂടിക്കാഴ്ച പുറത്തുവരുന്നത്. അത് പാർട്ടിക്ക് ഒന്നും അതില്ല എന്ന് പറഞ്ഞ് CPI സംസ്ഥാനം തടവിടാൻ ശ്രമിക്കുമ്പോഴും പ്രതിപക്ഷം അത് അങ്ങനെയല്ല കാണുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി ദൂതുമായാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതുവരെയും അതിൽ മറുപടി പറയാൻ തയ്യാറാകുന്നില്ല, ആരോപണം തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല? അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായി ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം എന്തുകൊണ്ട് അജിത് കുമാറിനെതിരെ നടപടിയോ വിസ്തീർണം ചോദിക്കലോ ഒന്നും ഉണ്ടായില്ല? ഇപ്പോഴും അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി സംസ്ഥാന പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട തസ്തികയിൽ തുടരുന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മൗനം അധികം നീണ്ടുപോകില്ല എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നോ നാളെയോ അദ്ദേഹം
വാർത്താ സമ്മേളനം നടത്തിയേക്കും. ഇന്ന് അദ്ദേഹത്തിന് 2 പൊതുപരിപാടികളുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ നിൽക്കുന്ന AKG സെന്ററിലെ AKG ഹാളിൽ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ PSC എംപ്ലോയീസിന്റെ PSC ജീവനക്കാരുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തും. അവിടെ അത്തരത്തിൽ രാഷ്ട്രീയം ആ രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു വേദിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ വൈകിട്ട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഒരുമിച്ച് വേദി പങ്കിടുകയാണ്. CPMന്റെ കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ് ആ ചടങ്ങ്. അവിടെ തീർച്ചയായും ഇപ്പോഴത്തെ രാഷ്ട്രീയവാദങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരണം ഉണ്ടായേക്കാം എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പാർട്ടി സെക്രട്ടറിയും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ADGP സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ വലിയ അമർഷം മുന്നണിക്കുള്ളിൽ CPMൽ നിന്നടക്കം പുകയുകയാണ്. മാത്രമല്ല, അജിത് കുമാറിനെ ഇനിയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുതെന്ന ആവശ്യം മുന്നണിക്കുള്ളിലും CPMലുമൊക്കെ ശക്തമാവുകയാണ്. എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ ADGPയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കി DGPയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നവരെ കാത്തിരിക്കുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ഏതായാലും മുഖ്യമന്ത്രി പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. CPI ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കടുത്ത നടപടി വേണമെന്ന ആവശ്യം CPI നാളത്തെ മുന്നണി യോഗത്തിൽ ഉയർത്തും. RJD ഉൾപ്പെടെ ഘടകകക്ഷികളും സമാന നിലപാട് യോഗത്തിൽ സ്വീകരിച്ചിരിക്കും. തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോഴും മുന്നണിക്കകത്ത് നിന്ന് തന്നെ എതിർസ്വരങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് CPI കൂടുതൽ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. തുടക്കം മുതൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തൃശൂർ ലോക്സഭാ സീറ്റ് ഏതാണ്ട് വിജയമുറപ്പിച്ച സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ കുറവുണ്ടാകുന്നില്ല. എതിർഭാഗത്ത് വോട്ടുകൾ ഭിന്നിച്ചുപോയ ജയം വളരെ എളുപ്പം എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അവിടെയാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നത് ഇത് ഒരു ഡീലിന്റെ ഭാഗമാണ്. ആ ഡീൽ എന്നത് BJPക്ക് സീറ്റ് ഉറപ്പാക്കുന്നു എന്ന ഡീലായിരുന്നു. ഇങ്ങനെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ADGPയുടെ പക്കലാണുള്ളത്. അതുകൊണ്ടാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെ അതീവ ഗൗരവമേറിയ വിമർശനങ്ങളും വിവാദങ്ങളും ആരോപണങ്ങളുമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി കൂടി ഈ വിഷയത്തിന് മറുപടി നൽകേണ്ട വലിയ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലേ? അങ്ങനെയുള്ള മറുപടിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും 2 തരത്തിലാണ്. രാഷ്ട്രീയമായും ഭരണപരമായും മുഖ്യമന്ത്രി അതിന് മറുപടി തരണം. കാരണം സംസ്ഥാന പോലീസിലെ ഒരു ഏറ്റവും ശക്തന്മാരായ ഏറ്റവും പ്രധാനപ്പെട്ട പദവി കൈയാളുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ADGP നേതാക്കളുമായി എന്താണ് അദ്ദേഹത്തിന് സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ പോലീസ് നയം അറിയാം, സംസ്ഥാന സർക്കാർ രാഷ്ട്രീയം അറിയാം, രാഷ്ട്രീയം അനുസരിച്ച് ഉദ്യോഗസ്ഥർ നിൽക്കണമെന്നല്ല. എങ്കിൽ പോലും അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നിലപാടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ 2 RS നേതാക്കളെ ഒന്നിലേറെ തവണ കണ്ടു എന്നുള്ളത് സ്വാഭാവികമായും അതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകണം. സംസ്ഥാനത്തെ ഓരോ രാഷ്ട്രീയ ചലനങ്ങളും ഇതൊക്കെ നിരീക്ഷിക്കാനാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉള്ളത്. അത് കൃത്യമായി മുഖ്യമന്ത്രിക്കാണ് റിപ്പോർട്ട്. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിന്റെ ടേബിളിലാണ് ഇന്റലിജൻസ് ADGPയുടെ റിപ്പോർട്ടുകൾ എത്തുക. അത് കൃത്യമായ ബ്രീഫിംഗ് എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ്. അങ്ങനെ ആ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നാണെങ്കിൽ അവിടെ വലിയൊരു പരാജയമായി ആഭ്യന്തര വകുപ്പും ഇന്റലിജൻസ് സംവിധാനവും മാറിയെന്ന് പറയേണ്ടി വരും. ADGP രഹസ്യ കൂടിക്കാഴ്ച, സ്വകാര്യ കൂടിക്കാഴ്ച, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശി സുഹൃത്ത് ഒത്താണ് അദ്ദേഹം ഈ നേതാക്കളെ കാണാൻ പോകുന്ന വിവരമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും അതൊരു സ്വകാര്യ കൂടിക്കാഴ്ചയാണെങ്കിൽ പോലും അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞില്ല? ഒരു സർക്കാരിനെ തന്നെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് വിവാദം വളരുമ്പോഴും എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാനോ അദ്ദേഹത്തിന് വിശദീകരണം തേടാനോ മുഖ്യമന്ത്രി തയ്യാറാകും? സ്വാഭാവികമായും RS മേധാവിയെ അല്ലെങ്കിൽ RS നേതാക്കളെ കണ്ടു എന്ന പേരിൽ ADGP നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയില്ല. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ വിശദീകരണം കൂടി നൽകാൻ മുഖ്യമന്ത്രി നിർബന്ധിതരാകും. പാർട്ടി അക്കാര്യം പൂർണ്ണമായും തള്ളുകയാണ്. പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ആ കൂടിക്കാഴ്ച വേണ്ട എന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ അക്കൗണ്ട് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി. മുഖ്യമന്ത്രിയാണ് ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പാകെയാണ് ഇത്തരം രഹസ്യ വിവരങ്ങൾ എത്തുന്നത്. അവിടെയാണ് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കൂടി പ്രസക്തമാകുന്നത്. വളരെ വലിയ ഇടപെടലുകൾ പല തലങ്ങളിൽ ADGP അജിത് കുമാർ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഫോൺ ചോർത്തുന്നു, അദ്ദേഹം രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഒക്കെ വിമലമാരുടെ ഫോൺ ചോർത്തുന്നു. ഇത്തരം വഴിവിട്ട ഇടപാടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു ഭരണപക്ഷ MLA പരാതി പറഞ്ഞിട്ടും ഇത്രയും ദിവസം എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. അവിടെ ADGPക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നത് മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന വിമർശനമാണ് പൊതുവിൽ ശക്തമാകുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം ഇടത് രാഷ്ട്രീയത്തിന്റെ പ്രധാന അല്ലെങ്കിൽ അവരുടെ മുഖമുദ്ര തന്നെ RSS വിരോധമാണ്. വർഗീയ ശക്തി എന്നാണ് എപ്പോഴും RSSനെ വിശദീപിക്കും ആരോപിക്കുന്നത്. അങ്ങനെ വർഗീയ ശക്തികളുമായി ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ
കൂടിക്കാഴ്ച നടത്തുന്നു. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം പറയുമ്പോഴും ആ ഉദ്യോഗസ്ഥനെതിരെ വിശദീകരണം ചോദിക്കുകയോ അല്ലെങ്കിൽ ആ വിവാദത്തിൽ പ്രതികരിക്കാനോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. അവിടെയാണ് CPM കൂടി പാർട്ടി കൂടി ആ രീതിയിൽ തീർച്ചയായും അരുൺ, ഇതിലിപ്പോൾ ഈ ഇടത് സഹയാത്രികരിൽ ചിലരെങ്കിലും ഇത്തരം കൂടിക്കാഴ്ചകളിൽ തെറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആണല്ലോ നിയമസഭാ സ്പീക്കർ പ്രതികരിച്ചത്. രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണല്ലോ RSS എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. പിന്നീട് അതിൽ ചില തിരുത്തലുകളൊക്കെ വരുത്തിയെങ്കിൽ പോലും വളരെ കൃത്യമായി ആ ബൈറ്റ് എല്ലാ മാധ്യമങ്ങൾക്കും ലഭിച്ചതാണ്. അദ്ദേഹം പറയുന്നത് എന്താണ് പ്രശ്നം, RSS എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണല്ലോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്ത് ഭരണത്തിലേക്ക് വരുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ RSS നേതാക്കളെ BJP നേതാക്കളെ ഒക്കെ കണ്ടേക്കാം. അത് ക്രമസമാധാനത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയോ അങ്ങനെയൊക്കെ ആകാം. അങ്ങനെയെങ്കിൽ തന്നെ അക്കാര്യം പറയുക, ഈ കൂടിക്കാഴ്ച നടത്തിയത് രാഷ്ട്രീയമായല്ല മറിച്ച് മറ്റു വിഷയങ്ങളിൽ ആണ്. ഇത് സർക്കാരിന്റെ അറിവോടെയാണ് എങ്കിൽ അത് അറിവോടെ അല്ല എങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ വലിയ പരാജയമായി മാറും. കാരണം ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP BJP നേതാക്കളുമായി അല്ലെങ്കിൽ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന വിവരം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് അറിയുന്നില്ല എങ്കിൽ അപ്പോൾ ഭരണതലത്തിൽ നിന്നുകൊണ്ടാണ് എങ്കിലും ഈ വിഷയത്തിൽ ഒരു വിശദീകരണമാണ് വേണ്ടത്. അത്തരമൊരു വിശദീകരണം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അവിടെയാണ് സ്വാഭാവികമായും സംശയങ്ങൾ ഉയരുന്നത്, പ്രതിപക്ഷത്തിന് ആരോപണങ്ങൾക്കുള്ള അവസരം ലഭിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ്. കണ്ണൂരിൽ CPM RSS രാഷ്ട്രീയം എത്രത്തോളം കാലുഷ്യം നിറഞ്ഞ കാലമായിരുന്നു മുഖ്യമന്ത്രിയുടെയൊക്കെ വളരെ അദ്ദേഹത്തെ തുടക്കകാലം. അതിനുശേഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി കാലത്തുമൊക്കെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സമാധാനം ക്രമസമാധാന വിഷയം RSS CPM സംഘർഷങ്ങളായിരുന്നു. ആ സംഘർഷ സാഹചര്യങ്ങളിൽ നിന്ന് മാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു ഇടപെടലാണ്. മുഖ്യമന്ത്രിയും RSS നേതാക്കളുമായി നടത്തിയ ചില ചർച്ചകളാണ്. അന്ന് മസ്കറ്റ് ഹോട്ടലിലെ ഒരു അടച്ചിട്ട മുറിയിൽ ഒരുപക്ഷെ വിവാദമായ ഒരു പ്രസ്താവന പോലും, അന്ന് കടക്കുപുറത്ത് വിവാദം പോലും ഉണ്ടായ ആ യോഗം വളരെ ശ്രദ്ധേയമാണ്. ആ യോഗത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് RSS CPM സംഘർഷം ആ രീതിയിൽ മുൻപുണ്ടായിരുന്ന വിധത്തിൽ ഉണ്ടാകാതെ പോയത്. അന്ന് തന്നെ മുഖ്യമന്ത്രി RSSുമായി സന്ധി ചെയ്യുന്നു എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തിയതാണ്. അവിടെ മുഖ്യമന്ത്രിയും RSSനെയും കൂട്ടിയിണക്കുന്ന ചില കണ്ണികൾ ശ്രീ എം എന്ന യോഗാ ഗുരുവിന്റെ അടക്കം പേരുകൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. അവിടെ മുതൽ CPMഉം RSSുമായി പ്രത്യേക സന്ധിയാണ്, പ്രത്യേക ബന്ധമാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ പല കേസുകൾ, മുഖ്യമന്ത്രി മകൾക്കെതിരായി ഉയർന്ന കേസുകളൊക്കെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് കാരണം ഈ ബന്ധമാണ്, രഹസ്യ ബന്ധമെന്ന വിമർശനമാണ് പ്രതിപക്ഷം അന്നു മുതൽ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ADGP കൂടിക്കാഴ്ച കൂടി നടത്തുമ്പോൾ ആ ആരോപണങ്ങൾ കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ പ്രതിപക്ഷം അത്തരം കാര്യങ്ങൾ ആരോപണവുമായി മുന്നോട്ടുവരുന്നു. എന്തുകൊണ്ട് മറ്റു മുഖ്യമന്ത്രിമാർക്കെതിരെ എടുത്ത നടപടികൾ, BJP ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ എടുത്ത നടപടികൾ അതേപോലെ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം പലതവണ ഉയർത്തിയതാണ്. ഇപ്പോൾ ആ ആരോപണങ്ങൾ ഒന്നുകൂടി ശക്തമാവുകയാണ്. CMഉം മുഖ്യമന്ത്രിയുമായുള്ള ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ബന്ധത്തിൽ പോലും MR അജിത് കുമാറിന്റെ പേരുകൾ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ആ ഒരു പാലം കൂടി MR അജിത് കുമാറായിരുന്നു. കാരണം അജിത് കുമാറിനൊപ്പം തിരുവനന്തപുരത്ത് ഈ RSS നേതാവിനെ കാണാൻ പോയ, രാമാധവനെയും മറ്റും കാണാൻ പോയ ഒരു RSSന്റെ നേതാവുണ്ട്, തിരുവനന്തപുരം സ്വദേശിയുണ്ട്. അദ്ദേഹം അജിത് കുമാറുമായി പണ്ട് അടുത്ത ബന്ധമാണ്. ആ ബന്ധത്തിന്റെ ഭാഗമായി കൂടിയാണ് CMഉം മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം പോലും വരുന്നത് തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ സർക്കാരിന് കൊടുത്തതായി സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും. അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകും. അതിനു മുമ്പ് തന്നെ അജിത് കുമാർ നടപടിയെടുത്ത് ഈ രംഗം വഷളാകുന്നത് തടയാനാകുമോ എന്ന ശ്രമം സർക്കാർ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ വൈകാതെ അത്തരം നടപടികളിലേക്കും സർക്കാർ നീങ്ങിയേക്കും. എങ്കിലും അത്തരം ചില സൂചനകൾ കൂടിയാണല്ലോ അരുൺ പുറത്തു വരുന്നത്. അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കുമെന്നുള്ളത്. ഒരു പക്ഷേ അങ്ങനെയെങ്കിൽ പോലും ഒരു പരിധിവരെയെങ്കിലും സർക്കാരിന് മുഖം രക്ഷിക്കാനാകുമല്ലോ. സാധാരണ ഇത്തരം വിവാദങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ചില പൊടിക്കൈകളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും ഒരു ചുമതല നൽകുക, അങ്ങനെ അതായത് ഈ DGPയുടെ കൃത്യമായ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അത്തരം ചില സാധ്യതകൾ കൂടി മുന്നിൽ കാണുന്നുണ്ടോ? തീർച്ചയായും ഉണ്ടാകും. ഇന്നലെ തന്നെ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നു. ആ നടപടി വൈകാതെ ഉണ്ടാകും. അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റി നിർത്തിയേക്കും. അത് ഇപ്പോൾ സ്വാഭാവികമായും അത് വന്നാൽ വ്യാഖ്യാനിക്കപ്പെടുക RSS കൂടിക്കാഴ്ചയുടെ പേരിലാകും എന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക്
PV അൻവർ എന്ന ഭരണപക്ഷ MLA നിലമ്പൂർ MLA ഉന്നയിച്ച അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ADGPക്കെതിരെ ഉണ്ട്. അവിടെയും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കാം. പൂരം കലക്കൽ ആരോപണം ആ രീതിയിൽ നിൽക്കുന്നു. കാത്തിരിക്കാമെന്ന നിലപാടാണ് സർക്കാർ നേരത്തെ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഈ സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ അതുവരെ മുഖ്യമന്ത്രി കാത്തിരിക്കുമോ? 14 മുതൽ 18 വരെ ADGP സ്വകാര്യ ആവശ്യത്തിനായി അവധി എടുത്തിട്ടുണ്ട്. ആ അവധി കഴിഞ്ഞ് തിരിച്ചു വരും മുമ്പ് ഒരുപക്ഷെ മാറ്റമുണ്ടാകുമോ, അല്ലെങ്കിൽ ഇന്നോ നാളെയോ തന്നെ ആ നടപടി ഉണ്ടാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണുമെങ്കിൽ അതിനു മുമ്പ് സ്വാഭാവികമായും അജിത് കുമാറിന്റെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. അതിനും അധികം വൈകിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തൊരു സമ്മർദ്ദ അവസ്ഥയിലേക്ക് സർക്കാരും CPM-ഉം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മാറിയിട്ടുണ്ടെന്നാണ് പൊതുവിൽ ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും